പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഹിജാബ് ധരിക്കണമെന്ന് ശഠിച്ച പെൺകുട്ടിയുടെ പാരൻസും അവർക്ക് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയും അവരുടെ വലിയ സംഘടനകളുമെല്ലാം ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ വിധിന്യായങ്ങൾക്കും സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്കും അപ്പുറത്ത് തങ്ങളുടെ മതവസ്ത്രങ്ങൾ ധരിക്കണമെന്നും അതിന് സ്വാതന്ത്ര്യമില്ലാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുമാണ്. ഇസ്ലാമിലെ വലിയ സംഘടനയായ സമസ്തയുടെ യുവജന വിഭാഗം അവരുടെ പേജിൽ QR കോഡ് വെച്ച് നടത്തിയിരിക്കുന്ന ലിസ്റ്റ് സമാഹരിക്കലും ചില വർഷങ്ങൾക്ക് മുമ്പ് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെതായി പുറത്തു വന്ന ലിസ്റ്റും ഒരേ ജനുസിൽപ്പെട്ടത് തന്നെയാണ്. ഒന്ന് തകർക്കാനുള്ള സ്ഥാപനങ്ങളുടേതാണെങ്കിൽ മറ്റൊന്ന് കൊല്ലുവാനുള്ള മനുഷ്യരുടെ ലിസ്റ്റാണെന്ന വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. ഇവരെല്ലാം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരേ തൂവൽ പക്ഷികളാണോ? ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പൊതുവായ ഒരു രീതിയാണ് തങ്ങളുടെ ടാർഗറ്റുകളുടെ ലിസ്റ്റും പേർ വിവരങ്ങളും തയ്യാറാക്കുക എന്നത്. ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞ് അവിടെ തങ്ങളുടെ മതത്തിന് അനഭിമതരുണ്ടെങ്കിൽ അവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇത്തരം ഭീകരവാദികൾ ലോകമെമ്പാടും ആധിപത്യം സ്ഥാപിക്കുന്നത്. അങ്ങ് നൈജീരിയ മുതൽ ഇങ്ങ് കേരളം വരെ ഇത്തരം ആസൂത്രണങ്ങൾ വ്യാപകമാണ്. അത്തരം ആസൂത്രണങ്ങളുടെ ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഭീകരാവസ്ഥ. ഇത് അങ്ങേയറ്റം ആപൽക്കരമായി മാറുമെന്ന കാര്യത്തിന് തെല്ലും തർക്കമില്ല. ഏതാനും വർഷങ്ങൾക്കപ്പുറത്ത് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ കൊന്നുതള്ളാൻ സ്കെച്ചിട്ട ഒരു ജില്ലാ ജഡ്ജി അടക്കം 950 ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് വിവരങ്ങളായിരുന്നു NIA കോടതിയിൽ സമർപ്പിച്ച് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റിന് പിന്നിൽ പല വിഭാഗങ്ങളായി ഒരു വലിയ സംഘം ആൾക്കാർ തന്നെ പ്രവർത്തിച്ചിരുന്നുവെന്നും ആക്രമണം സംഘടിപ്പിക്കുവാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം അടക്കം നൽകിയിരുന്നുവെന്നതുമാണ് കണ്ടെത്തിയത്. വിവിധ കേസുകളിൽ പിടിയിലായ PFI പ്രവർത്തകരിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റിന്റെ വിവരങ്ങൾ NIAക്ക് ലഭിച്ചത്. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതിയായ സിറാജുദ്ദീൻ എന്ന ഭീകരന്റെ കയ്യിൽ നിന്നും 240 പേരുടെ ലിസ്റ്റും മറ്റു പ്രതികളിൽ നിന്ന് യഥാക്രമം 5, 232, 500 എന്നിങ്ങനെ കൊന്നു തള്ളേണ്ടവരുടെ ലിസ്റ്റാണ് കിട്ടിയത്. തങ്ങളുടെ ശത്രു നിഗ്രഹത്തിനായി ലിസ്റ്റ് ഉണ്ടാക്കൽ ഇവർക്ക് പണ്ടേ ശീലമുള്ളതാണ്. ഇവിടെ സമസ്തയുടെ ചോട്ടാ നേതാക്കന്മാരെല്ലാം ചേർന്ന് QR കോഡിലൂടെയാണ് സ്കൂളുകളുടെ ലിസ്റ്റ് ശേഖരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുൻപ് അവർ പുറത്തിറക്കിയ ബുക്ക്ലെറ്റിൽ എങ്ങനെ 2047 ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാമെന്ന് വിശദീകരിക്കുന്നിടത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് അന്യമതസ്ഥരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിൻ്റെ മാർഗരേഖ. വ്യക്തമായി പറഞ്ഞാൽ ഈ QR കോഡ് ക്യാമ്പയിൻ വെറും തള്ള് മാത്രമായിരിക്കാനാണ് സാധ്യത. കാരണം കലാപമുണ്ടാക്കി പൂട്ടിക്കേണ്ട ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ ഇതിനോടകം തന്നെ ഭീകരന്മാരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ തന്നെ ലിസ്റ്റ് പൂർത്തിയായി എന്ന് പറയാൻ ഇവർക്ക് കഴിഞ്ഞത് എങ്ങനെയെന്ന സംശയം ഇപ്പോൾ ശക്തമാവുകയാണ്. നിസ്കാരമുറിയുടെയും ഹിജാബ് ധരിക്കുന്നതിൻ്റെയും ആകസ്മികമായി മാനേജ്മെന്റിനെതിരെ ഉണ്ടാകുന്ന സംഭവങ്ങളുടെയും പേരിൽ ഇത്തരത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ആസൂത്രണങ്ങളുടെ നിറവേറലായിരുന്നു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പൈങ്ങോട്ടൂർ സ്കൂളിലും വടക്കുള്ള ചില സ്കൂളുകളിലും ഒടുവിൽ പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലും വന്നെത്തിയത്. ഈ QR കോഡ് ലിസ്റ്റ് വന്നാലും ഇല്ലെങ്കിലും ഉടൻ തന്നെ അടുത്ത ഇതര മതസ്ഥരുടെ സ്ഥാപനത്തിൽ ഈ ഭീകരവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ സെന്റ് റീതാസ് പോലും മുൻപ് സ്കെച്ചിട്ട ഇടമാണെന്ന് ന്യായമായും കരുതേണ്ടി വരും. അവിടെ കലാപത്തിന് ശ്രമിച്ചവർ സ്കൂളിൽ കുട്ടിയെ ചേർത്തത് പോലും സ്കൂളിനെ തകർക്കുവാൻ ലക്ഷ്യമിട്ടാണെന്ന് കരുതുന്നവരുണ്ട്. ഏതായാലും കേരളം ഇസ്ലാമിക് സ്റ്റേറ്റ് ആകുന്നതിൻ്റെ ദൂരവും കാലവും കുറഞ്ഞു വരികയാണ്.